കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചു വന്നപ്പോൾ കീർത്തിയെക്കുറിച്ചും ആ കീർത്തി ഉണ്ടാകുന്നതിനുള്ള വഴിയെക്കുറിച്ചും പ്രശസ്തി എങ്ങനെ കൈവരിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള കുറേ രഹസ്യമായ കാഴ്ചപ്പാടുകൾ വെളിപ്പെടുത്തി. ഇന്ന് നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ ദേവതാ സങ്കല്പവും കീർത്തിയും തമ്മിലുള്ള ബന്ധം, അതും ആത്മവിശ്വാസവും തമ്മിൽ എന്തെല്ലാം ബന്ധമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അല്പം ഒന്ന് പരിചിന്തനം ചെയ്യാം. നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു എങ്ങനെയാണ് ജീവിതത്തിൽ ആത്മബലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും ഓരോ ഉപാസന തിരഞ്ഞെടുത്തത്. ഇപ്പം ഗണപതി ഉപാസന ചെയ്യുന്ന ആളുകളുണ്ട്. ഗണപതിയുടെ രൂപമെടുത്ത് ആ ഗണപതിയുടെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗണപതിയുടെ കയ്യിലുള്ള ആയുധങ്ങളെ ഉപയോഗിച്ച് അതെല്ലാം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. അപ്പം ഗണപതി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഗണപതി ഒരു മനുഷ്യന്റെ കീർത്തിക്കും പ്രശസ്തിക്കും ഏറ്റവും വലിയ തടസ്സം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ ആണ്. നമ്മുടെ ഉള്ളിലുള്ള അപകർഷതാബോധം. നമുക്കൊരു വലിയ അപകർഷതാബോധം ജീവിതത്തിൽ എങ്ങനെ വിജയിക്കും, എനിക്ക് അത്ര കഴിവൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അറിവുകളുള്ള ആളുകൾ, ഇഷ്ടംപോലെ അറിവുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. പക്ഷെ ആളുകൾ പറയും, അയ്യോ എനിക്കതിന് കഴിയില്ല. ഒരു പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രസംഗിക്കാൻ പോലും കഴിയില്ല. ഒന്നാകെ മുട്ടുവിറയ്ക്കും, ശരീരം ഒന്നാകെ വിറയ്ക്കും. ഈ വിറയ്ക്കുന്നതിനെ കുറിച്ചാണ് അർജുനന് ഒന്നാകെ വിറയലുണ്ടായി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഒന്നായിട്ട് വിറയ്ക്കുകയാണ്, ശരീരം ഒന്നായിട്ട് വിറയ്ക്കുന്നു. ഒരു കഥ തന്നെയുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വിൻസ്റ്റൺ ചർച്ചിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗംഭീരങ്ങളായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടനിലെ ജനങ്ങളെ പിടിച്ചു നിർത്തിയത് BBC-യിലൂടെ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലൂടെ നിരന്തരം അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങളാണ്. ആളുകൾക്ക് വലിയൊരു മോട്ടിവേഷനായി. ആളുടെ ഉള്ളുകളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കിടക്കുന്ന ഭയത്തെ മുഴുവൻ അദ്ദേഹം പ്രസംഗം കൊണ്ടില്ലാണ്ടാക്കിക്കളാം. അസാധാരണമായ പ്രസംഗം. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗങ്ങൾ ഇന്നും കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. കാരണം അസാധാരണമായ ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പം വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യമായി പ്രസംഗിക്കാൻ പോയ ഒരു കഥയുണ്ട്. അവിടെയൊക്കെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ മത്സരാർത്ഥിയും അവനവന്റെ ഭാഗത്തുള്ള പാർട്ടിക്കാരും എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാണ് പ്രസംഗിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ആദ്യമായി പ്രസംഗിക്കാൻ പോയ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു കഥയുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ അവിടെ ചെന്ന് തൻ്റെ എതിരാളി വലിയ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും ചെയ്തു. വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗിക്കാൻ പോവുക. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുന്നത് ഐ ഹാവ് ഡെലിവേർഡ് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്നാകെ വേർത്ത് കുളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് രണ്ടാമതൊരു വാക്ക് കിട്ടുന്നില്ല. ഐ ഹാവ് ഡെലിവേർഡ് എന്ന് രണ്ടാമതയാൾ പറയുമ്പോഴേക്കും പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ ശരീരം ഒന്നാകെ വിയർക്കുകയും ശരീരത്തിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള വികാരങ്ങൾ പുറപ്പെടുവിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. കാരണം മുമ്പിലുള്ളതൊരു വലിയ ജനസമുദ്രമാണ്. ആ വലിയ ജനസമുദ്രം എങ്ങനെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളുന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എങ്ങനെയാണ്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായി പ്രസംഗിക്കുകയാണ് ചർച്ചിൽ. ഐ ഹാവ് ഡെലിവേർഡ് എന്ന് മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത സ്ഥിതിയിൽ അദ്ദേഹം വിടവാങ്ങി. പ്രസംഗിക്കാൻ സാധിക്കാതെ അദ്ദേഹം നാണം കെട്ട് സ്വന്തം മേശയുടെ അരികിൽ കസാരയിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളി ഒട്ട് തമാശയോടുകൂടി പറഞ്ഞു, മൈ ഫ്രണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ഡെലിവേർഡ് 3 times. എൻ്റെ സുഹൃത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഡെലിവർ ചെയ്തു 3 പ്രാവശ്യം. ബട്ട് നത്തിങ് കം ഔട്ട്. പക്ഷെ ഒന്നും പുറത്തു വന്നില്ല. ഈ ഡെലിവർ എന്ന വാക്കിന് പ്രസവിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. മൈ ഫ്രണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ഡെലിവേർഡ് 3 times എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് വിൻസ്റ്റൺ ചർച്ചിൽ 3 തവണ പ്രസവിച്ചു എന്നും കൂടി വിചാരിച്ച. 3 തവണ പ്രസവിച്ചിട്ടും ഒന്നും പുറത്തു വന്നില്ല എന്ന് വളരെ പരിഹാസത്തോടുകൂടി പറഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നാകെ കൈകൊട്ടി ചിരിക്കുകയും അങ്ങനെ പരിഹാസ്യപാത്രനാവുകയും ചെയ്ത വിൻസ്റ്റൺ ചർച്ചിലാണ് ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ജനതയുടെ ആത്മവീര്യത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു പ്രാസംഗികനായി മാറിയത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ തനിക്ക് ശേഷിയില്ല, തനിക്ക് കഴിവില്ല, തനിക്ക് പ്രശസ്തി കിട്ടില്ല, തനിക്ക് ആത്മബലമില്ല എന്ന് കരുതുന്ന എത്രയോ പേർ, ആയിരക്കണക്കിന് ആളുകൾ. അവരുടെയൊക്കെ കഴിവ് ഈ സമൂഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഈ ജനപഥം, ഈ ഭാരത സംസ്കാരം ലോകത്തിന്റെ ഉന്നതമായ സംസ്കാര ശ്രേണിയിൽ വിരാജിച്ചേനെ. പക്ഷേ അതിന് നമുക്ക് സാധിക്കില്ല. കാരണം
നമ്മുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. മനുഷ്യന്റെ ഏറ്റവും വലിയ തടസ്സം അപകർഷതാബോധമാണ്. മഹാഗണപതിയുടെ ചിത്രമെടുക്കാം. മഹാഗണപതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണ്. അദ്ദേഹം നമ്മുടെ തടസ്സങ്ങളെ മുഴുവൻ നീക്കുന്ന ദേവതയാണ്. എല്ലാ തടസ്സങ്ങളെയും അദ്ദേഹമാണ് നീക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനത്തിന് മുമ്പ് ഗണപതി ഹോമം ചെയ്യും. വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു ഗണപതി ഹോമം ചെയ്യും. എല്ലാ സ്ഥലങ്ങളിലും ഒരു പുതിയ സംഗതിയുടെ സമാരംഭം കുറിക്കുന്നത് വിനായകന് ഒരു പൂജ നടത്തിക്കൊണ്ടാണ്. ആരാണ് ഈ വിനായകൻ എന്ന് പറഞ്ഞാൽ? വിശേഷ നായകനാണ്. എ സ്പെഷ്യൽ ലീഡർ. ഹി ഈസ് എ സ്പെഷ്യൽ ലീഡർ, ഒരു വിശേഷ നായകൻ. നമുക്ക് വിശേഷ നായകനെ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടരുത്. ജീവിതത്തിൽ പരാജയപ്പെടുന്നവന് ഈ ലോകത്ത് ഒരു മുദ്രയും അവശേഷിക്കുന്നില്ല. ലോകത്ത് വിജയിച്ചവന് മാത്രമേ മുദ്രകളുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈനിക മേഖലയിലും പോലീസ് മേഖലയിലൊക്കെ ഒരു വിജയം കൈവരിക്കുന്ന ആൾക്ക് ഒരു മുദ്ര കൊടുക്കും. ആ മുദ്ര കൊടുക്കാൻ കാരണം ജീവിതത്തിന്റെ മുദ്രയാണ്. ജീവിതത്തിന് വലിയ വിജയങ്ങൾ കൈവരിക്കുന്നവന് മാത്രമേ മുദ്രകളുള്ളൂ. വിനായകനെ, വിശേഷ നായകനായ ലംബോദരനെ സ്വീകരിക്കുന്നതിന് പ്രധാന കാരണം ഈ അപകർഷതാബോധം ഇല്ലാതാക്കുക എന്നതാണ്. അപകർഷതാബോധം ഇല്ലാതാവണം. നമ്മുടെ ഉള്ളിൽ നിരവധി തരത്തിലുള്ള അപകർഷതാബോധമുണ്ട്. നമുക്ക് പലതും അറിയാം, പക്ഷെ നമ്മൾ പുറത്തു പറയില്ല. പേടിയാണ് നമുക്ക്. തെറ്റിപ്പോയാലോ? തെറ്റിപ്പോയി ലോകത്തൊന്നും സംഭവിക്കാനില്ല. നിങ്ങളുടെ തെറ്റുകൾ ആര് ചിന്തിക്കുന്നു? പല ആളുകളും, ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ലവണ്ണം ഡ്രസ്സ് ചെയ്യണമെന്നത് ശരിയാണ്. പക്ഷേ പലപ്പോഴും ഡ്രസ്സിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപകർഷതാബോധമുള്ളത് കൊണ്ടാണ്. ഒരേ തരത്തിലുള്ള വസ്ത്രരീതികൾക്കുള്ളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കുമെന്ന ചിന്ത കൊണ്ടാണ് പലരും അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിക്കുന്നത്. അതും ഒരു തരം അപകർഷതാബോധമാണ്. ഈ അപകർഷതാബോധത്തിൽ നിന്ന് എങ്ങനെ വിജയിക്കാം? നമ്മുടെ ധിഷണ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചിന്താശക്തി കൊണ്ട്, നമ്മുടെ പ്രതിഭ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്. അതിന് ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടായേ തീരും. മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. കാരണം അത് നമ്മളുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അഥവാ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, രണ്ട് കോംപ്ലക്സും ലോകത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. എനിക്കൊക്കെ സാധിക്കും എന്നൊരാൾ തെറ്റിദ്ധരിച്ചാലും പ്രശ്നമാണ്. തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പോലും തനിക്ക് വലിയ അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ ആ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഞാൻ ആധുനിക മെഡിസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഒരു ഡോക്ടറുടെ മേശയുടെ അടിയിലുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റില്ല. കാരണം എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ അതെന്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ്. അതും ജീവിതത്തിൽ വിജയിപ്പിക്കില്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെയും അതിജീവിക്കണം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെയും അതിജീവിക്കണം. ഈ രണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് മഹാഗണപതിയെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ആരാണ് ഗണപതി? ഗണപതി ആരാണ്? ഗണം മീൻസ് കൂട്ടം, എ ക്രൗഡ്, എ മാസ്. ഗണ പതി, ദ ലോർഡ്, പ്രഭു, അവരുടെ അധിപൻ, ഒരു കൂട്ടങ്ങളുടെ അധിപനാണ്. ഒരു കൂട്ടം ആളുകളുടെ അധിപനാകുന്ന വഴി, ദാറ്റ് ഈസ് ലീഡർ, നേതാവാകുന്നത്. എങ്ങനെ എന്നാണ് ഗണപതി പഠിപ്പിക്കുന്നത്. നമ്മുടെ പഴയ ഋഷിമാരൊക്കെ വളരെ രസകരമായി ശ്രദ്ധേയമായ രീതിയിലാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഇന്ന് ഗണപതിയെ തൊഴുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇത് ലംബോദരൻ, ഈ വിനായകൻ, വിശേഷ നായകൻ ഈസ് ദ ഇൻസ്പയറർ ഓഫ് ഓൾ ദ ലീഡേഴ്സ് വൺസ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രസ്ഥാപകന്മാർ, കാക്കാത്തിയന്മാർ, ഗുപ്തന്മാർ, ഇവരുടെയൊക്കെ വിശേഷ ദേവതയായിരുന്നു ഗണപതി. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അങ്ങനെ വരുന്ന സമയത്ത് ഗണപതി എന്ത് ചെയ്യും? ഗണനാന്ത്വാ ഗണപതിം ഹവാമഹേ. ഗണപതിയെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നു. വേദത്തിലുള്ള ഒരു മന്ത്രമാണ്. ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഗണപതിയെ ആവാഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഗണനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപശ്രമസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നോദിഭി സീതസാധനം എന്ന്. ഈ മന്ത്രമൊന്നും പുറത്തു പറയരുതെന്നൊക്കെ ആളുകൾ പറയും. അങ്ങനെയൊന്നുമില്ല. എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവരും പഠിക്കേണ്ടതുമാണ്. അങ്ങനെ എല്ലാവരും വേദം പഠിക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. അപ്പൊ ആ പരിശ്രമത്തിന് വേണ്ടി നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഗണപതിയുടെ മന്ത്രം എടുക്കും. കവിൻ കവീനാം. ഇന്നലെ ഞാൻ പറഞ്ഞു, വിശേഷമായ ദൃഷ്ടി ഉണ്ടാകുന്നയാൾ, പുതിയ കാഴ്ചപ്പാടുകളെ രൂപവൽക്കരിക്കാൻ കഴിയുന്നയാൾ, പുതിയ ഇന്നോവേറ്റീവായ ചിന്തകളെ അവതരിപ്പിക്കാൻ, വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ളയാളെയാണ്
നമ്മൾ കവി അഥവാ ഋഷി എന്ന് പറയും. നമ്മളുടെ ഉള്ളിലൊരു കവിത്വമുണ്ട്, നമ്മളുടെ ഉള്ളിലൊരു ഋഷിത്വമുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ദീർഘവീക്ഷണമുണ്ട്. അതിനെ ഉണർത്തുമ്പോഴാണ് നമ്മുടെ കീർത്തിയും യശസ്സുമൊക്കെ ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതില്ലാണ്ടാവണം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാണ്ടാവണം. അതേപോലെ ഗണപതിയുടെ രൂപം എടുത്താലോ, മഹാഗണപതിയുടെ രൂപം എങ്ങനെയാണ്? വലിയൊരു ശരീരം, ചെറിയ കണ്ണ, തുമ്പിക്കൈയുണ്ട്, വലിയ ചെവി. എന്താ അതിനൊക്കെ പ്രത്യേകത? ഇതൊക്കെ സൂക്ഷ്മമായ ദൃഷ്ടിയിലുള്ള കാര്യങ്ങളാണ്, ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണിത്. ശരിക്കും ഇതെന്താണെന്ന് പഠിച്ചാൽ മതി. ആനയുടെ തുമ്പിക്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു മൊട്ടുസൂചി പോലും പൊക്കിയെടുക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം. ഏറ്റവും ചെറിയൊരു സംഗതി പോലും ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മളിങ്ങനെ വളരെ സൂക്ഷ്മതയോട് കാര്യങ്ങൾ പഠിക്കണം. നമ്മളെ മുമ്പിൽ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി പഠിക്കണം. അങ്ങനെ സൂക്ഷ്മമായി പഠിച്ചിട്ട്, വളരെ സൂക്ഷ്മമായി പഠിക്കുക. എന്ത് കണ്ടാലും പഠിക്കണം. ഒരു മൊട്ടുസൂചി പോലും പൊക്കിയെടുക്കാൻ ശേഷിയുള്ളതാണ് തുമ്പിക്കൈ. അപ്പോൾ ആ തുമ്പിക്കൈ എങ്ങനെയാണ് മുട്ടുസൂചി ഉപയോഗിച്ച് ആ തുമ്പിക്കൈ മുട്ടുസൂചിയെ പൊക്കിയെടുക്കുന്നത്? അതേപോലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒന്നും ഒഴിവാക്കരുത്. ഒരിക്കൽ സുഭദ്രയെ തേരോടയ്ക്കാൻ പഠിപ്പിക്കുകയാണ് കൃഷ്ണൻ. അപ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ സ്ത്രീകൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയും, വേണ്ടാതൊന്നില്ല, സർവം ഗ്രഹിക്കണം. ലോകത്തുള്ളതെല്ലാം പഠിക്കണം, ഒന്നും പഠിക്കാതിരിക്കരുത്. ഒരു ലോകത്ത് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പഠിക്കണം. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നു, ഇവിടെ എന്തെല്ലാം നമുക്ക് പ്രയാസങ്ങളായി വരുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം, പ്ലാസ്റ്റിക് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെല്ലാം തരത്തിൽ അത് നമ്മളെ ബാധിക്കും, അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിന് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സൂക്ഷ്മ നിരീക്ഷണം അനിവാര്യമായ ഒന്നാണ്, അത് വളരെ പ്രധാനവുമാണ്. അപ്പോൾ ആ സൂക്ഷ്മ നിരീക്ഷണത്തിന് ലോകത്ത് എന്തിനേയും പൊക്കിയെടുക്കാൻ കഴിയണം, ഒരു മുട്ടുസൂചിയെ പോലും. അതാണ് തുമ്പിക്കൈയുടെ പ്രത്യേകത. പിന്നെയോ വലിയ ചെവിയാണ്. ലോകത്തെ ഏറ്റവും സൂക്ഷ്മമായ ശബ്ദം പോലും ഗണപതി പിടിച്ചെടുക്കും. നമ്മളും ഗണപതിയുടെ ഉപാസകന്മാരാകുമ്പോൾ ഇതിന് സാധിക്കണം. ഏറ്റവും സൂക്ഷ്മമായ ശബ്ദം പോലും നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പഠിക്കണം. ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ശബ്ദം ഉണ്ടാവുന്നുണ്ട്, ഈ ശബ്ദങ്ങളൊക്കെ തന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, ഏതെല്ലാം ശബ്ദങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ലോകത്ത് കേൾക്കുന്നതൊക്കെ കേൾക്കാൻ സാധിക്കണം. പിന്നെയോ കാണാൻ സാധിക്കണം. എങ്ങനെ കാണണം? ചെറിയ കണ്ണ, വലിയ ചെവിയാണ്, വലിയ തുമ്പിക്കൈയാണ്, പക്ഷെ ചെറിയ കണ്ണ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ സാധിക്കണം. ഇങ്ങനെ ഇൻഫീരിയോറിറ്റിയെ കോംപ്ലക്സിനെ ഇല്ലാണ്ടാക്കാനാവും. നമ്മുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെയും സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെയും ഇല്ലാതാക്കാൻ നാം നമ്മളിലേക്ക് തന്നെ നോക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? ഇപ്പൊ ഗണപതി നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഗണപതി ഒരു അസാധാരണ ശക്തിയുള്ള ദേവതയാണ്. അതിന് കഥ തന്നെ ഉണ്ട്. ആ കഥ ഗണപതിക്ക് കാണിച്ചു കൊടുക്കുന്ന, ഗണപതി എത്ര ശക്തിവാനാണ് എന്ന് ഗണപതിക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങളുണ്ട്. അതിനർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യാലിറ്റി, വാട്ട് ആർ അവർ എബിലിറ്റീസ്, പോസിബിലിറ്റീസ്, ഹൗ ടു മേക്ക് ഇറ്റ്, എങ്ങനെ നമുക്കതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാം, ഹൗ ടു ജ്യൂസ് ഇറ്റ്, ഹൗ ടു സ്ക്വീസ് ഇറ്റ്, ഇത് നമ്മൾ പഠിക്കണം. നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ശക്തിനെയും പുറത്തെടുക്കണം. നമ്മുടെ ഉള്ളിൽ അദമ്യമായ നിരവധി ശക്തികളുണ്ട്. അതിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. നമ്മുടെ ചേഷ്ടകളെ കുറിച്ച് പഠിക്കണം, നമ്മുടെ മുഖത്തിന്റെ രീതികളെ കുറിച്ച് പഠിക്കണം, നമ്മുടെ കണ്ണുകളുടെ രീതികളെ കുറിച്ച് പഠിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ആർക്കും ആരെയും മറയ്ക്കാം. ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട്, റോസ് പൗഡർ ഇട്ടുകൊണ്ട്, പൗഡറുകൾ ഇട്ടുകൊണ്ട്, മറ്റു മേക്കപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം മറയ്ക്കാൻ സാധിക്കും. പക്ഷേ കണ്ണ് മറയ്ക്കാനാവില്ല.
ഒരാളുടെ കണ്ണുകൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. സൂക്ഷ്മമായ ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണിനകത്ത് തൻ്റെ മൊത്തം പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയും അയാളുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയെ, ക്യാരക്ടറിസത്തെ, മാനറിസത്തെ, ബിഹേവിയറിസത്തെ കണ്ണുകളിൽ വെച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി കണ്ണിലേക്ക് പഠിക്കുക. കണ്ണിനെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യു ക്യാൻ ഡ്രസ് ലൈക്ക് എനിത്തിങ്. ലോകത്തെ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മേക്കപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ മറക്കരുത്, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് മറക്കാനാവില്ല. ആ കണ്ണുകളുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിത്വമുണ്ട്, ബിഹേവിയറിസമുണ്ട്, മാനറിസമുണ്ട്, നിങ്ങളുടെ ജീവിതമുണ്ട്, ജീവിതത്തിന്റെ മുഴുവൻ ശക്തിയും സ്വത്വവുമുണ്ട്. ആ സ്വത്വബോധത്തെ കളയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് കണ്ണിന്റെ പ്രത്യേകത. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ മറയ്ക്കാനാവില്ല. ആ കണ്ണ് അന്തർമുഖമാണ്. ഗണപതിയെ സംബന്ധിച്ചിടത്തോളം കണ്ണുള്ളിലേക്ക്. മൂന്നാം കണ്ണ് എന്നൊന്നും കൂടി ഗണപതിക്കുണ്ട്. നമ്മുടെ എല്ലാ ദേവതകൾക്കും മൂന്നാമതൊരു കണ്ണുണ്ട്, മൂന്നാം കണ്ണ്. ആ മൂന്നാം കണ്ണാണ് സാധാരണ കാഴ്ച കൊണ്ട് രക്ഷപ്പെടില്ല, മൂന്നാമത്തെ കണ്ണുകൊണ്ടേ രക്ഷപ്പെടുള്ളൂ എന്ന കാഴ്ചപ്പാടിന് കാരണം. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായ പൊരുൾ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞ ആ കണ്ണ് ഗണപതിക്കുണ്ട്. അതായത് 2050 എന്ത് നടക്കുന്നു എന്ന് കരുതി ഇന്നേ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അത് ഗണപതിയിലൂടെയാണ് നമ്മൾ നേടേണ്ടത്. നമ്മുടെ ഉപാസനാ ദേവതകളെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ്. ആ ദേവതകളെ ഉപാസിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ നിന്ന് ഈ ശക്തി ഉണർത്താൻ കഴിയണം. അത് സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തുള്ള ഓരോ അലങ്കാരങ്ങളെയും ഉപമകളെയും ചിഹ്നങ്ങളെയും നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സ്വീകരണം കൊണ്ട് ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി എങ്ങനെയെല്ലാം പരിശ്രമിക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, എന്താണ് പഠനത്തിൻ്റെ രീതി. അപ്പോൾ ഒരു ദേവത മറ്റൊരു ദേവത പറയുകയാണ്, ദേവതയുടെ കയ്യിൽ ഒരു തോൽ പരിചയമുണ്ട്. ഭഗവതിയുടെ ഒരു ചിത്രമെടുത്താൽ, വളയനാട് കാവിലെ ഭഗവതിയുടെ ഒരു ചിത്രമെടുത്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭഗവതിയുടെ ചിത്രമെടുത്താൽ, ഭഗവതിയുടെ കയ്യിൽ ഒരു തോൽ പരിചയമുണ്ട്. ആ തോൽ പരിച നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ദിനവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി, അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് തോൽപരിച. ഒരു പ്രശ്നം, നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളുടെ പരമ്പരയാണ് മനുഷ്യർക്ക്. എങ്ങനെ ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ കഴിയും? യഥാർത്ഥമായ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളും ഈശ്വരന് സമർപ്പിതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കായിക താരങ്ങൾ, നമ്മുടെ സംഗീതജ്ഞർ, നമ്മുടെ മറ്റ് ആയോധന കലാകാരന്മാർ, ആയോധന വിദ്യയിൽ അഭ്യസിച്ച യോദ്ധാക്കൾ, ഇവരെല്ലാവരും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടാണ്. തച്ചോളിയോധനൻ ഒരു അംഗത്തിന് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുലദേവതയ്ക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ഈശ്വര വിശ്വാസി ഈശ്വരനായി സമർപ്പിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരൻ്റെ ചൈതന്യമാണെന്ന് പൂർണ്ണ ബോധ്യം ഒരു ഈശ്വര വിശ്വാസിക്കുണ്ട്. അതൊരു വിശ്വാസമല്ല, അനുഭവമാണ്. ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ല, കേവലം അനുഭവിക്കാനും കൂടി ഉള്ളതാണെന്ന് നമ്മുടെ പൂർവഋഷിമാർ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ദേവതകളുടെ സഹായത്തോടു കൂടി ഈ പ്രതിസന്ധികളെ മുഴുവൻ നമ്മൾ തടഞ്ഞു നിർത്തും തോൽപരിച കൊണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കൊണ്ട്, കരുത്തുകൊണ്ട്, ആത്മബലം കൊണ്ട്, ബുദ്ധി കൊണ്ട്, മനസ്സിൻ്റെ ശക്തി കൊണ്ട് വെട്ടി മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് വാള്. പല വീടുകളിലും ഇന്നും ഒരു വാള് ഒരു പ്രതിഷ്ഠയാണ്. വാള് വയ്ക്കും, ഒരു വാളുണ്ടാവും. ആ വാളിനാണ് പൂജയും എഴുന്നള്ളത്തും ഒക്കെ. വാസ്തവത്തിൽ ഈ വാൾ എന്താണ്? അവനവൻ നേരിടുന്ന പ്രതിസന്ധികളെ, ഓരോ വ്യക്തിയും നേരിടുന്ന ദൗർബല്യങ്ങളെ
ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള കരുത്താണ് വാള്. ആ വാള് ഒരാളെ വെട്ടാനുള്ളതല്ല, അതാരെയും ഉപദ്രവിക്കാനുള്ളതല്ല, മറിച്ച് ദേവിയുടെ കയ്യിലുള്ള വാളായിട്ടാണ് കണക്കാക്കുക. ദേവിയുടെ കയ്യിലുള്ള ആ വാളിന്റെ അർത്ഥം എന്താണ്? ദേവിയുടെ കയ്യിലെ ആ വാള് നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയെ നൽകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയെ തരുന്നു, നമ്മുടെ ആത്മബലത്തെ വർദ്ധിപ്പിക്കുന്നു, നാം നേരിടുന്ന പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നു. നമ്മൾ ദൈനംദിനം നേരിടുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ദേവിയിലുള്ള പൂർണ്ണമായ സമർപ്പണ ബോധം നമുക്കുണ്ടാക്കും. സമർപ്പണ ഭാവം വേണം. ഈ സമർപ്പണ ഭാവം കൊണ്ടാണ് ഒരാളിൽ മാറ്റമുണ്ടാകുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ഈ സമർപ്പണ ഭാവം, ഈശ്വരനോട് കാണിക്കുന്ന സമർപ്പണ ഭാവം ഉണ്ടാകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ ദേവതകൾ നമ്മെ സഹായിക്കും. ഇതാണ് ദേവതകളെ കുറിച്ചുള്ള നമ്മുടെ ആത്മവിശ്വാസപൂർണമായ കാഴ്ചപ്പാട്. ഇങ്ങനെ ഓരോ തലത്തിലും ഇത് വരും, ഓരോ രീതിയിലും ഇത് വരും. ഇങ്ങനെ ഓരോ ആയുധങ്ങളിലൂടെ, ഇപ്പോൾ തോൽപ്പരിച, അതേപോലെ വാള്, അതേപോലെ തൃശൂലം ഉപയോഗിക്കുന്നു. എന്തിനാണ് ദേവിയുടെ കയ്യിലെ തൃശൂലം? പരമശിവന്റെ കയ്യിൽ തൃശൂലമുണ്ട്. അത് ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല. നമുക്ക് പലപ്പോഴും ഇതറിയില്ല എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന്. ലളിതാ സഹസ്രനാമം വായിച്ചു നോക്കിയാൽ പറയും, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. എന്താണ് ദേവിയുടെ കയ്യിലുള്ള തൃശൂലം? നമ്മളത് പഠിക്കണം. നമ്മൾ ഭാരതത്തിലെ എല്ലാവിധ ആയുധങ്ങളെക്കുറിച്ചും എല്ലാവിധ ചിഹ്നങ്ങളെക്കുറിച്ചും സിംബലുകളെക്കുറിച്ചും വ്യക്തമായി പഠിക്കണം. അത് തന്നെ ഒരു വലിയ വിഷയമാണ്. ദിവസങ്ങളോളം പ്രഭാഷണം നടത്താവുന്ന വലിയൊരു വിഷയമാണ് നമ്മുടെ ദേവതകളുടെ ചിഹ്നങ്ങൾ, ദേവത കയ്യിലുള്ള ആയുധങ്ങൾ, നമ്മുടെ ചിഹ്നങ്ങളെല്ലാം. സ്വസ്തികം എന്തിന്, ഓം എന്തിന്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോന്നും എടുത്താൽ എന്താണ് ഈ പറയുന്ന ഈ തൃശൂലം എന്താണെന്ന് പഠിക്കാം. എന്താണ് തൃശൂലം? തൃശൂലം എന്തുകൊണ്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി, ജീവിതത്തിൽ വിജയിക്കണം, ഇച്ഛാശക്തി വേണം. വലിയ ഇച്ഛാശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കീർത്തിയും യശസ്സും ഒക്കെ എങ്ങനെയാ വരുന്നത്? ജീവിതത്തിൽ കീർത്തിയും യശസ്സും വരണമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടാവണം. ഒരു ഇച്ഛാശക്തിയും ഇല്ലാത്ത ഒരാൾക്ക് എവിടുന്ന് കീർത്തി വരാൻ, എവിടുന്ന് യശസ് വരാൻ? ഒന്നും വരില്ല. കേവലം ആധ്യാത്മികത എന്ന് പറഞ്ഞ് ഒരു കുറിയും തൊട്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് ഇച്ഛാശക്തി ഉണ്ടാകണമെന്നില്ല. ആത്മസമർപ്പണത്തോടുകൂടി എൻ്റെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ ഈശ്വരനിൽ സ്വയം സമർപ്പിക്കുന്ന ഒരാൾക്കാണ് ഈ പറയുന്ന ഈ വിശ്വാസ്യത ഉണ്ടാവുന്നത്. അതൊരു സമർപ്പണ ഭാവമാണ്. എനിക്ക് കരുത്തായി എൻ്റെ അച്ഛനുണ്ട് എന്ന് പറയുന്നത് പോലെ, എനിക്ക് എൻ്റെ കരുത്തായി അമ്മയുണ്ട് എന്ന് പറയുന്നത് പോലെ, എനിക്ക് ഞാനായി ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് പോലെ അതൊരു കരുത്താണ്. ആ ഇച്ഛാശക്തി വേണം. ജീവിതത്തിൽ വിജയിക്കും, ജീവിതത്തിൽ തോൽക്കരുത്, ഒരിക്കലും തോൽക്കരുത്. ജീവിതത്തിൽ മുന്നോട്ട് പോയേ പറ്റൂ. അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവും. ഇച്ഛാശക്തി ഉണ്ടാവും. ഒരു 2 തിരിച്ചടി കേട്ടു, ഇനി ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു വിജയമില്ല. 1000 തവണ തിരിച്ചടി ഉണ്ടാവും. ഓരോ തവണയും വിജയിക്കാൻ സാധിക്കണം. പല പണക്കാരായ ആളുകളുടെയും ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. പലതവണ ജീവിതത്തിൽ ബിസിനസ്സിലൊക്കെ തോറ്റു തുന്നം പാടിയ ആളുകൾ വീണ്ടും വന്ന് വീണ്ടും വന്ന് വീണ്ടും വന്ന് അങ്ങനെയാ വിജയിച്ചത്. അല്ലാതെ ലോട്ടറി അടിച്ചുകൊണ്ട് ലോകത്ത് വലിയ പണക്കാരായ എത്ര പേരുണ്ട്? എത്ര പേർ ലോട്ടറി അടിച്ച് പണക്കാരായി? പഠിക്കണം നമ്മളത്. ആരും ലോട്ടറി അടിച്ച് പണക്കാരായി ജീവിതം അങ്ങനെ സുഖകരമായി ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് വിരലെണ്ണാവുന്നവരായിരിക്കും. പക്ഷെ ജീവിതത്തിൽ പ്രയത്നിച്ച് പണം നേടിയവർ, ഇച്ഛാശക്തിയോടുകൂടി ജീവിച്ചവർ ലോകത്തിന്റെ നെറുകയിലെത്തിയിട്ടുണ്ട്. ഒരു പെട്രോൾ ബങ്കിലെ ജീവനക്കാരന് ഇന്ത്യ മുഴുവനുള്ള വികസിതമായ വലിയൊരു ബിസിനസ് ശൃംഖല സൃഷ്ടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കില്ല? നമുക്ക് സാധിക്കും. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ഇച്ഛാശക്തിയുണ്ട്. തീരുമാനം എടുക്കുക, ഞാൻ ജീവിതത്തിൽ വിജയിക്കും. ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ ജീവിതത്തിൽ വിജയിക്കും. പരാജയപ്പെടില്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും സംഭവിക്കില്ല. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കും. തീരുമാനം എടുക്കുക. ഇച്ഛാശക്തി. ഇച്ഛാശക്തി ഉണ്ടായി വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടെ വേണം. രണ്ടാമത് ജ്ഞാനശക്തി. അറിവില്ലാതെ വിജയിക്കാനാവില്ല. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നോ ആ മേഖലയിൽ പരമാവധി പഠിക്കാതെ ഒരാൾക്കും മുന്നോട്ട് പോകാനാവില്ല. നിരവധി ഭാഷകൾ പഠിക്കണം, നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ആ വിഷയത്തിലേക്ക് പൂർണ്ണമായി അറിഞ്ഞ് അതിൻ്റെ ഉൾമേഖലകളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന് മുഴുവൻ വെട്ടിപ്പിടിക്കാവുന്ന ആധ്യാത്മികമായ ഒരു പരിതസ്ഥിതി നാം സ്വയം സൃഷ്ടിക്കണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനശക്തി ഉണ്ടാവണം, അറിവുണ്ടാവണം. അറിവാണ് ശക്തി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അറിവാണ്. ഐഡിയ റൂൾസ് ദ വേൾഡ്. ലോകത്തെ ഭരിക്കുന്ന ആശയങ്ങളാണ്. ആശയങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല. ഇന്ന് ആശയ ദാരിദ്ര്യമാണ് നമ്മുടെ ഓരോ പ്രവർത്തകരെയും നേരിടുന്നത്. ഇന്ന് ആളുകൾക്ക് ഇല്ലാതെ പോകുന്ന ആശയമില്ല,
ആശയദാരിദ്ര്യം. ആശയമില്ലായ്ക ഒരു വലിയ പ്രശ്നമാണ്. ഏത് സംഘടനയായിക്കോട്ടെ, ഏത് വ്യക്തിയായിക്കോട്ടെ, ഏത് സമൂഹമാവട്ടെ, ഏത് രാഷ്ട്രമാകട്ടെ, അതിന് ആശയം വേണം. എങ്ങനെ മുന്നോട്ട് പോകണം, ഈ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകണം, ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ഈ ആശയം ഉണ്ടാവണം. ഒരു ദിവസം രാവിലെ ആയതുകൊണ്ട് വൈകുന്നേരമാക്കാനുള്ള ഒരു ശ്രമമല്ല ആശയം എന്ന് പറയുന്നത്. ഞാനുണ്ടാക്കണം, അറിവുണ്ടാക്കണം. ലോകത്ത് ഇന്ന രീതികളിൽ സഞ്ചരിച്ചാൽ എനിക്ക് പണമുണ്ടാകും. അതാണ് വേദം പഠിക്കുന്നത് കൊണ്ടുള്ള അടുത്ത ഗുണം. ദ്രവിണം ഉണ്ടാവും, പണമുണ്ടാകും. പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു തന്നെ ആവണം. ഇത് പഠിച്ചാലേ ആളുകൾ മുന്നോട്ട് വരികയുള്ളൂ. ലോകത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ചാലേ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പലരും, പല സിനിമാ സംവിധായകന്മാരും നടന്മാരും ഒക്കെ വിളിച്ച് എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ പുസ്തകം എനിക്ക് വലിയ പ്രചോദനമായി. കാരണം പലപ്പോഴും ഞാൻ വിചാരിച്ചത് പണമുണ്ടാക്കുക എന്ന് പറയുന്നത്, കീർത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാപമാണെന്നാണ്. അല്ല എന്നും അതെനിക്ക് വൈദികമായ ഒരു പദ്ധതിയാണെന്നും വേദ ഋഷിമാർ അത് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു വലിയ ലെജിറ്റിമസി, ഒരു വലിയ ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നു, അതിനൊരു നീതിപൂർവകത ഞാൻ അനുഭവിക്കുന്നു എന്ന് എന്നോട് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ആധ്യാത്മികതയുടെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കണം. നേരായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പ്രശസ്തി ഉണ്ടാകും, കീർത്തി ഉണ്ടാകും, ദ്രവിണമുണ്ടാകും, ജ്ഞാനശക്തി ഉണ്ടാകും. അപ്പോ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, രണ്ട് ശക്തികൾ ഉണ്ടായാൽ മാത്രം വിജയിക്കില്ല. ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി ഉണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരാൾ വിജയിച്ചോളുന്നില്ല. ജീവിതത്തിൽ വിജയിക്കാൻ തൃശൂലത്തിലെ മൂന്നാമത്തെ അംഗം വേണം, ക്രിയാശക്തി. യു ഷുഡ് അഡോപ്റ്റ് ഓൾ ദിസ് ഐഡിയോളജി ടു എൻ എക്സിക്യൂട്ടീവ് മാനർ. ജീവിതത്തിൽ ഇത് നടപ്പിലാക്കണം. വെറുതെ കുറെ ആൾക്ക് അറിവുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട് വിജയിക്കാൻ, അതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചോളന്നില്ല. നടപ്പിലാക്കാൻ സാധിക്കണം. എത്ര ആളുകൾ, എത്ര ജ്ഞാനികൾ ലോകത്തുണ്ട്, എത്ര അറിവുള്ളവർ ഈ നാട്ടിലുണ്ട്, എത്ര ആഗ്രഹങ്ങളുള്ളവരുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ തന്നെ. ആർക്കും ജീവിതത്തിൽ പരാജയപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ പരാജയപ്പെടാൻ ആരും പരിശ്രമിക്കാറുമില്ല. പക്ഷേ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിവ് വേണം. മൂന്നാമതായിട്ടോ, പൂർണ്ണമായ ക്രിയാശക്തി. ഹി ഷുഡ് പ്രാക്ടീസ് എവറിഥിങ്. അദ്ദേഹം ഓരോന്നായി നടപ്പിലാക്കണം. ജീവിതത്തിൽ ഓരോന്നും പുതുതായി കണ്ടെത്തി അത് നടപ്പിലാക്കാൻ സാധിക്കണം. അതാണ് ദേവതയുടെ കയ്യിലുള്ള തൃശൂലം എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കണം. നമ്മൾ ദേവതകളുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്താണ്, തൃശൂലം എന്താണ്, വാൾ എന്താണ്, തോൽപ്പരിചയം എന്താണ്, ഇതൊക്കെ പഠിക്കണം. ശംഖ് എന്താണ്, സുദർശന ചക്രം എന്താണ്, ഗദ എന്താണ്, പത്മം എന്താണ്, ദേവിയിരിക്കുന്ന താമര എന്താണ്, ലക്ഷ്മി ദേവിയുടെ കയ്യിലുള്ള താമര എന്താണ്, പഠിക്കണം. താമര എന്തിന്റെ പ്രതീകമാണ്? ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ കഴിയണമെങ്കിൽ ചില രഹസ്യമായ പദ്ധതികൾ പഠിക്കണം. രഹസ്യമായ പദ്ധതികൾ പഠിക്കണം. എങ്ങനെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ഋഷിമാരുടെ പദ്ധതി. ഋഷിമാരത് വളരെ സൂക്ഷ്മമായി, വളരെ സട്ടിലായി നടപ്പിലാക്കി. ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകളും ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ഇത്തരത്തിലുള്ള ചുമർ രേഖകളും എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ആന്തരികാർത്ഥം നമ്മൾ പഠിക്കുന്നില്ല. ആന്തരികമായ അർത്ഥം പഠിക്കണം. ഓരോന്നിൻ്റെയും ആന്തരികാർത്ഥം, എന്തിന്, എങ്ങനെ, അതെനിക്കെത്ര സഹായകമാവും. നമ്മുടെ പൂർവഋഷിമാർ വിജയിച്ച ഒരു ലോകമാണിത്. ആ പൂർവഋഷിമാർ വിജയിച്ച ആ ലോകത്ത് നമുക്കും വിജയമുണ്ടാകും. നമുക്കെങ്ങനെ ഈ വിജയം കൈവരിക്കാം? നമ്മൾ എങ്ങനെയാണ് ഈ വിജയത്തെ നമ്മുടേതാക്കി മാറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടുന്നതിന് വേണ്ടി ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി വേണം. ആ ഇച്ഛാ ജ്ഞാന ക്രിയാശക്തിയെ, തൃശൂലത്തെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? പ്രതിസന്ധികൾ സ്വാഭാവികമായും വരും. ആ പ്രതിസന്ധികളെ നേരിടാനുള്ള ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും വേണം. അതാണ് തോൽപ്പരിച. ആ ചങ്കൂറ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് വാളുകൊണ്ട് കാണിക്കുന്നത്. മനസ്സിൽ നിരവധി പ്രശ്നങ്ങൾ വരും. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ തൊട്ട് സാധാരണഗതിയിൽ ഒരു മീൻ കച്ചവടം നടത്തുന്ന ആൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം? അതിൽ നിന്ന് ലോകത്തിനെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് സ്വയം എത്തിച്ചേരാനുള്ള വഴി എന്താണ്? അങ്ങനെ കീർത്തി എങ്ങനെ നമുക്ക് നേടാം? അതാണ് കീർത്തിയും ദ്രവിണം ബ്രഹ്മവർച്ചസം. മാത്രം പോരാ, ദ്രവിണം, പണം വേണം. പണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാനാവില്ല. ദ്രവിണം എന്നതിനർത്ഥം പണം എന്നാണ്. സ്വർണം വേണം, പണം വേണം. ജീവിതത്തിൽ സ്വർണം വേണ്ട, പണം വേണ്ട എന്നൊക്കെ പല ആധ്യാത്മികക്കാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വേദം അങ്ങനെയല്ല പറയുന്നത്. വേദം പറയുന്നത് ധനം ആർജിക്കണം എന്ന് തന്നെയാണ്. ധനം വേണം,
പണമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ ഒക്കുമോ? ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, സ്വർണം ഉപയോഗിക്കാൻ പാടില്ല, അത് കലികാലത്തെ എന്തോ ഒരു ഭയങ്കരമായ വസ്തുവാണ് എന്ന്. വേദത്തിൽ പറയും ഹിരണ്യം വൈ ആയുഹു, സ്വർണം ആയുസാണ് എന്ന്. എന്തുകൊണ്ടാണ് സ്വർണം നമ്മൾ എല്ലാവരും സ്വന്തം ശരീരത്തിൽ ധരിക്കുന്നത്? നമ്മൾ പഠിക്കണം. അതിന് ആർത്ഥിക ലക്ഷ്യമുണ്ട്, അതിനൊരു സാമ്പത്തികമായ വീക്ഷണമുണ്ട്, നല്ല കാര്യം. പക്ഷേ അതിനുപരി സ്വർണം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും, ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, വിവാഹം നടക്കുന്ന സമയത്ത് വിവാഹമോതിരം അണിയുന്നത് ഏത് വിരലിനാണ്? വിവാഹമോതിരം അണിയുന്നത് നമ്മുടെ നടുവിരൽ എന്ന് പറയുന്ന വിരലിനാണ്, അതായത് ചെറുവിരലിന് തൊട്ട് മുമ്പത്തെ വിരലിനാണ്. ഈ വിരലിന് ഒരു പേരുണ്ട്, അനാമിക. ഈ വിരലിന് പേരില്ല എന്നാണ് അർത്ഥം. അനാമിക എന്ന വാക്കിന് പേരില്ല എന്നർത്ഥം, പേരില്ല. അപ്പോൾ പേര് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഭാര്യ ആ ഭാര്യയുടെ പേര് എഴുതിയ മോതിരം ഈ വിരലിൽ അണിയിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേരായി. തിരിച്ച് ഇങ്ങോട്ട് ഭർത്താവ് ഭാര്യയുടെ അനാമികയുടെ മുകളിൽ പേരെഴുതി ഒരു മോതിരം അണിയിക്കുമ്പോൾ അവൾക്കൊരു നാഥനായി, അവളുടെ ഈ വിരലിന് ഒരു പേരുമായി. എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തിലെ ചില നാഡികളെ ഉദ്ദീപിപ്പിക്കുക കൂടി ചെയ്യും. അതുകൊണ്ട് ഈ പറയുന്ന പ്രക്രിയയ്ക്കൊക്കെ ശാസ്ത്രീയമായ വലിയ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആ അർത്ഥങ്ങളെല്ലാം ഇന്ന് നമ്മൾ പാടെ വിപാടനം ചെയ്തു, പാടെ ഇല്ലാതാക്കി. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു, ജ്ഞാനശക്തി നഷ്ടപ്പെട്ടു, ക്രിയാശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ദേവതകളുടെ മുഴുവൻ ആയുധങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ രഹസ്യമായ അർത്ഥത്തെക്കുറിച്ച്, അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കണം. അത് തുടർ ദിവസങ്ങൾ നമുക്ക് നടത്തി മുന്നോട്ട് പോകാം.